ഇതിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ കേരള പോലീസ് ഇവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഞാൻ അതാണ് വളരെ സുവ്യക്തമായി ഞങ്ങൾ പറഞ്ഞത്. ഏത് ആളുടെ കയ്യിൽ നിന്നാണ് പിടിച്ചത്, അയാൾക്ക് എന്ത് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അയാൾ നിയമത്തിൻ്റെ മുൻപിൽ വരട്ടെ. ഇവിടെ സർക്കാർ കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള അന്വേഷണങ്ങൾ നടത്തി അയാൾ ഒരു KSUവിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുടെ ഇടങ്ങളിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ നിയമപരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. SFI സംസ്ഥാന സെക്രട്ടറി സ്വാഭാവികമായിട്ടും KSUവിന് ആരോപണം ഉന്നയിക്കുക. ഞങ്ങൾ ഇതിൻ്റെ തുടക്കഘട്ടം രാവിലെ ഇത് റെയ്ഡ് ചെയ്തപ്പോൾ മുതൽ ഞങ്ങൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടില്ല. അതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട പരസ്പരം പഴിചാരുന്ന ഒരു രാഷ്ട്രീയമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിനെ തുടച്ചു നീക്കുക. അതിലൊരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥത്തിൽ മാത്രം കറങ്ങിയാടിക്കൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനം മുതിരരുത്. അതുമാത്രമല്ല, അതിലും കൂടിയ ഭയാനകമായിട്ടുള്ള രീതിയിലേക്കുള്ള ലഹരി വസ്തുക്കൾ, ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ വിദ്യാർത്ഥികളുടെ ക്യാമ്പസുകളിലേക്കും ഹോസ്റ്റലുകളിലേക്കും ഒഴുകുന്നുണ്ടോ എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള രീതിയിലേക്കുള്ള അന്വേഷണം നടത്തണം. അതിൻ്റെ വലിയ രീതിയിലേക്കുള്ള ഡീലർമാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തണം, അതിൻ്റെ ഉൽപ്പാദകരെ കണ്ടെത്തണം, അതിൻ്റെ ചെയിൻ സപ്ലൈ ബ്രേക്ക് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. നിലവിൽ പോലീസുമായി ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് നിലവിൽ കേസുകാരായിട്ടുള്ള ഒരാളെ പോലും പ്രതി ചേർത്തിട്ടില്ല, ഒരാളുടെ പേരിലും FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല, ഒരു അന്വേഷണത്തിൽ ഒരു ഘട്ടത്തിലും കേസുകാരായിട്ടുള്ള ആരും വന്നിട്ടില്ല എന്നാണ് നിലവിൽ. അല്ല, ഒളിവിൽ പോയി എന്ന് SFIയുടെ ഏരിയ പ്രസിഡന്റ് പറഞ്ഞ 5 മിനിറ്റിനകം ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ മാധ്യമങ്ങളെ കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് പരസ്പരം പഴി ചാരിക്കൊണ്ടോ മറ്റേ ഇരുട്ടുകൊണ്ട് നമ്മൾ ഓട്ടയടിക്കുകയല്ല ഇതിൽ വേണ്ടത്. ഒരു തരത്തിലുമില്ല. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏത് തരത്തിൽ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ അതിൽ ഇത് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ ഒരു രാഷ്ട്രീയപരമായ പരിരക്ഷയും ഒരു വ്യക്തിക്ക് നടത്തില്ല. KSUക്കാരനാണെങ്കിൽ അയാളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരട്ടെ എന്നതാണ് ഞങ്ങളുടെ നിലപാട്.